ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഒബ്സർവബിലിറ്റി ആൻഡ് കൺട്രോളബിലിറ്റി ആയിരുന്നു കണ്ടത്. ഈ ലെക്ചറിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, റൈറ്റ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. നമുക്ക് ഇതുപോലെ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇൻ വിച്ച് x1, x2, x3 constitute the state vectors. Determine whether the system is completely controllable and observable. ഓക്കെ, നമുക്ക് ഇതുപോലെ ഒരു ബ്ലോക്ക് ഡയഗ്രാം തരികയാണെങ്കിൽ അതിൽ നിന്ന് സ്റ്റേറ്റ് ഇക്വേഷൻ കാണുന്നത് എങ്ങനെയാണെന്നും ആ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഇക്വേഷനകത്ത് നിന്ന് നമ്മളുടെ സിസ്റ്റം കൺട്രോളബിൾ ആൻഡ് ഒബ്സർവബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ x1 ഓഫ് എസ് എന്നും x2 ഓഫ് എസ് എന്നും x3 ഓഫ് എസ് എന്നും പറഞ്ഞ് നമുക്ക് ഈ x1 ഓഫ് എസ്, x2 ഓഫ് എസ് ആൻഡ് x3 ഓഫ് എസ് കിട്ടുന്ന രീതിയിൽ ഈ ബ്ലോക്കിനെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് പോകുന്നത്. ഇതിനെ ഒരു ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് അനദർ ബ്ലോക്ക്, ദിസ് ഈസ് ദ തേർഡ് ബ്ലോക്ക്. ഇങ്ങനെ 3 ആയിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണുന്നത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് എസ് ആണ്. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് സ്റ്റേറ്റ് വേരിയബിൾസ് കാണുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഇക്വേഷൻസ് ആർ ഒബ്റ്റൈൻഡ് ബൈ റൈറ്റിംഗ് ഇക്വേഷൻസ് ഫോർ ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ബ്ലോക്ക് ആൻഡ് ദെൻ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഫസ്റ്റ് ബ്ലോക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ എനിക്ക് എന്താണ് ഔട്ട്പുട്ട് വരുന്നത്? x1 ഓഫ് എസ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ്. സോ x2 ഓഫ് എസ് മൈനസ് x3 ഓഫ് എസ് ആണ് വരുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് എൻ്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? x1 ഓഫ് എസ് ഇസ് ഈക്വൽ ടു x2 ഓഫ് എസ് മൈനസ് x3 ഓഫ് എസ് ഇൻറ്റു ഈ ബ്ലോക്കിൻ്റെ ഗെയിൻ, ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ഇതിൽ നിന്ന് ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്ക് എന്ത് കിട്ടും? എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു x1 ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2. ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x2 ഓഫ് എസ് മൈനസ് 2x3 ഓഫ് എസ്. സോ ഇതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടും. ഇതെന്ന് പറയുന്നത് എനിക്ക് എന്താണ്, എസ് ഡൊമെയിനിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എനിക്ക് അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യണം. സോ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇതിലിപ്പം എസ് സ്ക്വയർ എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിരുന്നു കിട്ടിയിരുന്നത്? 2 ടൈംസ് ഡിഫറൻസിയേഷൻ ആണ്. എസ് ആണെങ്കിൽ ഇറ്റ് ഈസ് 1 ടൈം ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇൻവേഴ്സ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. സോ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ് ഇക്വേഷനിൽ dx1 ബൈ dt എന്ന് പറയുന്നതാണ് x1 ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ d സ്ക്വയർ x1 ബൈ dt സ്ക്വയർ എന്ന് പറയുന്നതാണ് x ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എസ് സ്ക്വയർ ഉള്ളതുകൊണ്ട് നമുക്ക് ഡബിൾ ഡോട്ട് വരും. ദെൻ x1 ഓഫ് എസ് ആണ് അതിൻ്റെ ഇൻവേഴ്സ് വരുമ്പം x1 ഓഫ് ടി ആണ് നമുക്ക് വരിക. ഞാനവിടെ ടി റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് x1 ഡബിൾ ഡോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് എസ് ഇൻറ്റു x1 ഓഫ് എസ് ആയതുകൊണ്ട് ഒരു സിംഗിൾ ഡോട്ടാണ് വരിക, ബിക്കോസ് 1 ടൈം ഡിഫറൻസിയേഷൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. 2 ഇൻറ്റു x2 മൈനസ് 2 ഇൻറ്റു x3. ഈ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് എടുക്കാം, അവർ സെക്കൻഡ് ബ്ലോക്ക്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫീഡ്ബാക്ക് ബ്ലോക്ക് ആണ്. അപ്പോൾ അതിലേക്ക് വരുന്ന ഇൻപുട്ട് എന്താണ്? x1 ഓഫ് എസ് ആൻഡ് ഔട്ട്പുട്ട് എന്താണ്? x3 ഓഫ് എസ്. ഇതിനകത്ത് എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? x3 ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു x1 ഓഫ് എസ് എന്ന് എഴുതാം, ഇല്ലേ? ഈ ഇക്വേഷനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ഈസി ആയിട്ട് എന്ത് കിട്ടും? x3 ഇസ് ഈക്വൽ ടു, ഇവിടെ 1 ടൈം ഡിഫറൻസിയേഷൻ ആണ്, സോ x1 ഡോട്ട് കിട്ടും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് തേർഡ് ബ്ലോക്ക് എടുക്കാം. തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? x2 ഓഫ് എസ് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് u ഓഫ് എസ് മൈനസ്, ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? x1 ഓഫ് എസ് ആണ്. ഓക്കെ, u ഓഫ് എസ് മൈനസ് x1 ഓഫ് എസ്. ഈ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? x2 ഓഫ് എസ് ഇസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു ദിസ്, അല്ലേ? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x2 ഓഫ് എസ് ഇൻറ്റു ഇ എസ് മൈനസ് 3 ഇവിടെ വരും, 2u ഓഫ് എസ് മൈനസ് 2x1 ഓഫ് എസ്. ഇതിനെ ഒന്നുകൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 ടൈം ഡിഫറൻസിയേഷൻ ആണ്, സോ x ഡോട്ട് ഓഫ് 2. ബാക്കിയൊക്കെ സെയിം ആണ്. 3x2 ഇസ് ഈക്വൽ ടു 2u മൈനസ് 2x1. സോ ഇതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കിട്ടും? x2 ഓഫ് ഡോട്ട് എന്ന് പറയുന്ന എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാം. സോ ഇതിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3.
സോ ഇപ്പോൾ നമുക്കിവിടെ 3 ഇക്വേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഇക്വേഷനെ നമുക്കിനി സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരണം. നമുക്കിവിടെ ഡബിൾ ഡോട്ട് ഒക്കെ ടേമിൽ വരുന്നുണ്ട്. സോ അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ആർ റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫ്രം ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഇവിടെ x1 ഡോട്ട് ഇസ് ഈക്വൽ ടു x3 എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x3 ഡോട്ട് ഇസ് ഈക്വൽ ടു x1 ഡബിൾ ഡോട്ട് എന്ന് കിട്ടും അല്ലേ? ഈ രീതിയിൽ നമുക്ക് കിട്ടും. സോ വി ആർ ജസ്റ്റ് ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? x1 ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു x3 എന്ന് കിട്ടി. നൗ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ x1 ഡബിൾ ഡോട്ടിന് പകരം x3 കൊടുക്കാം. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് ഇൻ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇതിന് x3 ഡോട്ട് എന്ന് കിട്ടുന്നു. സെക്കൻഡിൽ x1 ഡോട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? x3 ആയിട്ട് എഴുതാം. സോ ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? x3യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. x3 ഡോട്ട് ഇസ് ഈക്വൽ ടു 2x2 മൈനസ് 3x3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഇക്വേഷൻ കിട്ടി അല്ലേ? x1 ഡോട്ട് ഇസ് ഈക്വൽ ടു x3 ഫസ്റ്റ് ഇക്വേഷൻ, ദെൻ x2 ഡോട്ട് ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ആൻഡ് x3 ഡോട്ട് ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ. 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ഈ 3 ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് ഫോമിലേക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? x1 x2 x3 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് x1ന്റെ കൂടെ നമുക്ക് എന്താണ്? x3 മാത്രമാണ് വരുന്നത്. സോ x3യുടെ തേർഡ് ടേമിൽ നമുക്ക് 1 വരും, ബാക്കിയൊക്കെ 0 വരും. x2 ഡോട്ടിന്റെ കേസിലോ -2 -3 x3യുടെ ഫോം അവിടെ ഇല്ല, അതുകൊണ്ട് 0 വരും. സോ -2 -3 0. ദെൻ x3യുടെ എക്സ്പ്രഷനിൽ x2ന്റെ കൂടെ 2 ഉണ്ട്, x3ന്റെ കൂടെ -3 ഉണ്ട്. സോ 0 2 -3 പ്ലസ് നമുക്ക് ആകെ u വരുന്നത് x2ന്റെ കൂടെ മാത്രമാണ്. സോ x2ന്റെ അവിടെ മാത്രം നമുക്ക് 2 വരും, ബാക്കിയുള്ളിടത്തൊക്കെ 0 വരും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മാട്രിക്സ് ഫോമിലേക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക, വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ. നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ മാത്രം കിട്ടിയാൽ പോരാ, ഔട്ട്പുട്ട് ഇക്വേഷനും കൂടെ കിട്ടണം. സോ ഔട്ട്പുട്ട് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്, ദിസ് ഈസ് അവർ ഇൻപുട്ട്, ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്. സോ x1 ഓഫ് s എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഔട്ട്പുട്ട് y ഓഫ് s ഇസ് ഈക്വൽ ടു x1 ഓഫ് s എന്ന് എഴുതാം. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത ഇക്വേഷൻ എന്ത് കിട്ടും? y ഇസ് ഈക്വൽ ടു x1. സോ ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇതിനെ നമുക്ക് മാട്രിക്സ് ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ എന്ത് വരും? y ഈസ് ഈക്വൽ ടു x1 ആയതുകൊണ്ട് x1ന് മാത്രം 1ഉം ബാക്കി രണ്ടും 0ഉം വരും. സോ ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷനും കിട്ടി, ഔട്ട്പുട്ട് ഇക്വേഷനും കിട്ടി. സോ നമുക്കറിയാം സ്റ്റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? x ഡോട്ട് ഇസ് ഈക്വൽ ടു ax പ്ലസ് bu എന്നാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു cx പ്ലസ് du ആണ്. ഈ ഇക്വേഷൻസിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് അവർ മാട്രിക്സ് എ, ദിസ് ഈസ് അവർ മാട്രിക്സ് ബി. ഈ ഇക്വേഷനും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. സോ ദിസ് ഈസ് അവർ മാട്രിക്സ് സി. സോ എ ബി സി മെട്രിക്സ് നമുക്കവിടെ കിട്ടും. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ കൺട്രോളബിലിറ്റിയും ഒബ്സർവബിലിറ്റിയും ചെക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്താണ്? കാൽമാൻസ് ടെസ്റ്റ് ഫോർ കൺട്രോളബിലിറ്റി. സോ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ കോമ്പോസിറ്റ് മെട്രിക്സ് QC ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. സോ വി ഹാവ് ടു അറേഞ്ച് ദ മെട്രിക്സ് ലൈക്ക് ദിസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം എ എന്ന് പറയുന്നത് നമുക്ക് ഇതായിരുന്നു കിട്ടിയിരുന്നത്, ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബി എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ഉണ്ട്. നെക്സ്റ്റ് എലമെന്റ് എന്താണ്? എ ഇൻറ്റു ബി ആണ്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ എ ഇൻറ്റു ബി. സോ എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഈ മാട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ കാൽക്കുലേറ്റർ ത്രൂ തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. സോ എ ബി എന്ന് പറയുന്നത് എനിക്ക് കിട്ടി. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ബി ആണ്. സോ ഫസ്റ്റ് എന്താണ്? നമുക്ക് എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എ സ്ക്വയർ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് എ സ്ക്വയർ ഇൻറ്റു ബി, എ സ്ക്വയർ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയാണ് തേർഡ് എലമെന്റ് കിട്ടുക. നമ്മളുടെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വരിക. സോ എ സ്ക്വയർ ബി വരെ നമ്മൾ ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടി? കോമ്പോസിറ്റ് മെട്രിക്സിനകത്ത് വെക്കേണ്ട എലമെന്റ്സുകളൊക്കെ കിട്ടി. ആ എലമെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബി ആണ്. സോ ബി നമ്മളൊരു കോളമായിട്ട് എഴുതി. സെക്കൻഡ് എന്ന് പറയുന്നത് എ ബി ആണ്, അത് നമ്മൾ സെക്കൻഡ് കോളായിട്ട് എഴുതി. തേർഡ് എന്ന് പറയുന്നത് എ സ്ക്വയർ ബി ആണ്, അത് നമ്മൾ തേർഡ് കോളായിട്ട് എഴുതി. സോ നമുക്ക് നമ്മുടെ കോമ്പോസിറ്റ് മെട്രിക്സ് കിട്ടി. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? നമ്മളിതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്
3 ആയിട്ടാണ് കിട്ടുക. അതുപോലെ തന്നെ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യു സി. ഓക്കെ, ഡിറ്റർമിനൻറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് നമുക്ക് എന്ത് വരും, ജസ്റ്റ് ഈസി ആയിട്ട് 0 0 ആണ്. സോ 4 ഇൻറ്റു 8 മൈനസ് 0 ആണ് നമുക്ക് വരിക, വിച്ച് ഇസ് 32. സോ ഡിറ്റർമിനൻറ്റ് 32 ആണ്. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ നമ്മുടെ കണ്ടീഷൻസ് എന്തായിരുന്നു, ക്യു സി ഈസ് നോട്ട് ഈക്വൽ ടു 0യും അതുപോലെ റാങ്ക് ഇസ് ഈക്വൽ ടു എന്നുമാണ് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ. ഓക്കെ, സോ കാൽമാൻസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ടെസ്റ്റ് ഫോർ ഒബ്സർവബിലിറ്റി. കാൽമാൻസ് ടെസ്റ്റ് ഫോർ ഒബ്സർവബിലിറ്റിയിൽ നമ്മൾ കോമ്പോസിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ക്യു ഒ ഇസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇൻറ്റു സി ട്രാൻസ്പോസ്, ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ ഗോ. സോ ഈ ഒരു മെട്രിക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, സി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. സോ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, സി ട്രാൻസ്പോസ് ആണ്. സോ സി ട്രാൻസ്പോസ് എന്താണ്, ഇങ്ങനെയാണ് നമുക്ക് വരിക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എ ട്രാൻസ്പോസ് ഇൻറ്റു സി ട്രാൻസ്പോസ് ആണ്. സോ എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിക്കണം, ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് ദിസ് വൺ. ഓക്കെ, നൗ വി ഹാവ് ടു മൾട്ടിപ്ലൈ എ ട്രാൻസ്പോസ് ഇൻറ്റു സി ട്രാൻസ്പോസ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദിസ്. നെക്സ്റ്റ് എന്താണ്, എ ട്രാൻസ്പോസ് സ്ക്വയർ ഇൻറ്റു സി ട്രാൻസ്പോസ് ആണ്. സോ എ ട്രാൻസ്പോസ് സ്ക്വയർ കാണുക, ഇതിനെ ഇതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദിസ്. ഇനി എന്ത് ചെയ്യണം, എ ട്രാൻസ്പോസ് സ്ക്വയർ ഇൻറ്റു സി ട്രാൻസ്പോസ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ആർ ഡൂയിങ് ദാറ്റ്. ഇതുപോലെ അനദർ കോളം മെട്രിക്സ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, സോ എൻ ഇസ് ഈക്വൽ ടു 3 ആയതുകൊണ്ട് തന്നെ 3 മൈനസ് 1 2 എ ട്രാൻസ്പോസ് സ്ക്വയർ സി ട്രാൻസ്പോസ് വരെ ചെയ്താൽ മതി. നമുക്ക് 3 എലമെന്റ്സ് കിട്ടി, സി ട്രാൻസ്പോസ്, അതുപോലെ എ ട്രാൻസ്പോസ് ഇൻറ്റു സി ട്രാൻസ്പോസ്, ദെൻ എ ട്രാൻസ്പോസ് സ്ക്വയർ ഇൻറ്റു സി ട്രാൻസ്പോസ്. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. ഫസ്റ്റ് കോളാണ് സി ട്രാൻസ്പോസ്, സെക്കൻഡ് കോളാണ് ദിസ് വൺ, തേർഡ് കോളാണ് ദിസ് വൺ. ഇപ്പം നമുക്ക് ഇതിൻ്റെ കോമ്പോസിറ്റ് മെട്രിക്സ് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. റാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ നമുക്ക് 3 ആണ് കിട്ടുക. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യു ഒ. ഡിറ്റർമിനൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് ഈസി, 1 ഇൻറ്റു 0 മൈനസ് 2 ആണ്. സോ മൈനസ് 2 ആണ് നമുക്ക് അവിടെ കിട്ടുക. സോ ഫൈനലി നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, സിൻസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യു ഒ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദ റാങ്ക് ഈസ് ഈക്വൽ ടു 3, ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഒബ്സർവബിൾ. സോ ഇങ്ങനെയാണ് നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി നമ്മൾ കാണുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.